എന്തുള്ളൂ ഞാൻ യേശുവേ, നിന്റെ സ്നേഹത്തിനാഴമോ വർണ്ണിപ്പാനെനിക്കാവില്ല. ഇത്രമാമെന്നെ സ്നേഹിപ്പാൻ എന്തുള്ളൂ ഞാൻ യേശുവേ, നിന്റെ സ്നേഹത്തിനാഴമോ വർണ്ണിപ്പാനെനിക്കാവില്ല. യേശുവേ, നിന്റെ ത്യാഗമേ, ക്രൂശിലേ നിന്റെ സ്നേഹം, പാപിയാമെന്നെ തേടി നീ ചേർത്തണച്ച നിൻ സ്നേഹം. പകരമായി നിനക്കേകിടാൻ ഒന്നുമില്ല എന്നാഥനേ, എന്നെ ഞാനൊരു യാഗമായി നിൻ കയ്യിൽ ഞാൻ നൽകുന്നു. പകരമായി നിനക്കേകിടാൻ ഒന്നുമില്ല എന്നാഥനേ, എന്നെ ഞാനൊരു യാഗമായി നിൻ കയ്യിൽ ഞാൻ നൽകുന്നു. യേശുവേ, നിന്റെ ത്യാഗമേ, ക്രൂശിലേ നിന്റെ സ്നേഹം, പാപിയാമെന്നെ തേടി നീ ചേർത്തണച്ച നിൻ സ്നേഹം. എന്തുള്ളൂ ഞാൻ ദൈവമേ, എന്തുള്ളൂ ഞാൻ കർത്തനേ, നീ ചെയ്ത നന്മകളോർക്കുമ്പോൾ നന്ദിയാലെൻ മനം പാടുവേ. യേശുവേ, നിന്റെ ത്യാഗമേ, ക്രൂശിലേ നിന്റെ സ്നേഹം, പാപിയാമെന്നെ തേടി നീ ചേർത്തണച്ച നിൻ സ്നേഹം. എന്തുള്ളൂ ഞാൻ ദൈവമേ, എന്തുള്ളൂ ഞാൻ കർത്തനേ, നീ ചെയ്ത നന്മകളോർക്കുമ്പോൾ നന്ദിയാലെൻ
ഗാനം പാടുമേ. യേശുവേ നിന്റെ ത്യാഗമേ, ക്രൂശിലേ നിന്റെ സ്നേഹം, പാപിയാമെന്നെ തേടി ചേർത്തണച്ചതിൻ സ്നേഹം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവേ, നമുക്ക് നൽകിയ ഈ മനോഹരമായ പ്രഭാതത്തെ ഓർത്ത് യേശുവോട് നന്ദി പറഞ്ഞ് ഈ ദിനം നമ്മൾ ആരംഭിക്കുകയാണ്. എൻ്റെ കർത്താവിനോട് നന്ദി പറഞ്ഞ് ഈ കഴിഞ്ഞ പ്രഭാതം എന്നെ ശാന്തമായിട്ട് ഉറക്കിയതിന്, ഈ കഴിഞ്ഞ പ്രഭാതം എന്നെ കാണാനായിട്ട് എന്നെ ഒരുക്കിയത്, രാത്രിയുടെ ശാന്തതയും ഈ പ്രഭാതത്തിൻ്റെ ഇനിയുള്ള തിരക്കുകളിലേക്ക് നമ്മെ ഒരുക്കാനായിട്ട് ഈശോ കാണിച്ച വലിയ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രത്തോടെ ഈ പ്രഭാതം നമുക്ക് ആരംഭിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക്, ഈ ധ്യാനത്തിന് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളോ പലവിധ ചിന്തകളോ വരാതെ അങ്ങയുടെ സന്നിധിയിൽ ശാന്തമായിട്ടിരിക്കാനുള്ളൊരു കൃപയും അഭിഷേകവും ഞങ്ങൾക്ക് നൽകിയിരിക്കണേ. തൃത്വനാമത്തിൽ നമ്മളെ തന്നെ മുദ്രണം ചെയ്ത് കർത്താവിൻ്റെ പ്രാർത്ഥനയോടെ, സങ്കീർത്തന പ്രാർത്ഥനയോടെ ഈ പ്രഭാതം നമുക്ക് ആരംഭിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും ആമേൻ. സ്വർഗത്തിലുള്ളവനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടട്ടെ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകട്ടെ. ഞങ്ങളുടെ ആവശ്യത്തിനുള്ള അപ്പം ഇനി ഞങ്ങൾക്ക് തരികയും ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുതേ, എന്നാൽ ദുഷ്ടനിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. പ്രിയരെ, 49-ാമത്തെ സങ്കീർത്തനം ധനത്തിനും മരണത്തിൽ നിന്ന് വിമോചിപ്പിക്കാൻ അസാധ്യം.
പണം ഒന്നുമല്ലെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലിൻ്റെ പ്രാർത്ഥന കൂടിയാണ് 49-ാം സങ്കീർത്തനം. പ്രാർത്ഥനാ രൂപത്തിൽ നമുക്ക് ഈശോയോട് യാചിക്കാം. സകല ജാതികളുമായുള്ളവരേ ഇത് കേൾപ്പിൻ, സകല ഭൂവാസികളുമായുള്ളവരേ ചെവികൊള്ളുവിൻ. സാമാന്യ ജനവും ശ്രേഷ്ഠജനവും ധനവാന്മാരും ദരിദ്രന്മാരും തന്നെ എൻ്റെ വായി ജ്ഞാനം പ്രസ്താവിക്കും. എൻ്റെ ഹൃദയത്തിലെ ധ്യാനം വിവേകം തന്നെയായിരിക്കും. ഞാൻ സദൃശവാക്യത്തിന് എൻ്റെ ചെവി ചായ്ക്കും. കിന്നരനാദത്തോടെ എൻ്റെ കടങ്കഥ കേൾപ്പിക്കും. അകൃത്യം എൻ്റെ കുതികാലിനെ പിന്തുടർന്ന് എന്നെ വളയുന്ന ദുഷ്ടകാലത്ത് ഞാൻ ഭയപ്പെടുന്നതെന്തിനെ? അവർ തങ്ങളുടെ സമ്പത്തിൽ ആശ്രയിക്കുകയും ധനസമൃദ്ധിയിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. സഹോദരൻ ശവകുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. അവരുടെ പ്രാണനെ വീണ്ടെടുപ്പ് വിലയേറിയത് അതൊരു നാളും സാധിക്കുകയില്ല. ജ്ഞാനികൾ മരിക്കുകയും മൂഢനും മൃഗപ്രിയനും ഒരുപോലെ നശിക്കുകയും തങ്ങളുടെ സമ്പാദ്യം മറ്റുള്ളവർക്ക് വിട്ടേച്ചു പോകുകയും ചെയ്യുന്നത് കാണുന്നുവല്ലോ. തങ്ങളുടെ ഭവനങ്ങൾ ശാശ്വതമായും തങ്ങളുടെ വാസസ്ഥലങ്ങൾ തലമുറ തലമുറയായും നിലനിൽക്കും എന്നിങ്ങനെയാകുന്നു അവരുടെ അന്തർഗതം. തങ്ങളുടെ നിലങ്ങൾക്ക് അവർ തങ്ങളുടെ പേരിടുന്നു. എന്നാൽ മനുഷ്യൻ ബഹുമാനത്തിൽ നിലനിൽക്കുകയില്ല. അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ. ഇത് സ്വയാശ്രയക്കാരുടെ ഗതിയാകുന്നു. അവരുടെ അനന്തരവരോ അവരുടെ വാക്കുകളിൽ ഇഷ്ടപ്പെടുന്നു. അവരെ പാതാളത്തിന് ആടുകളായി ഏൽപ്പിച്ചിരിക്കുന്നു. വൃത്തി അവരെ മേയ്ക്കുന്നു. നേരുള്ളവർക്ക് പുലർച്ച അവരുടെ മേൽ വാഴും. അവരുടെ രൂപം ഇല്ലാതെയാകും. പാതാളം അവരുടെ പാർപ്പിടം. എങ്കിലും എൻ്റെ പ്രാണനെ ദൈവം പാതാളത്തിൻ്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കും. അവൻ എന്നെ കൈക്കൊള്ളും. ഒരുത്തൻ ധനവാനായി തീർന്നാലും അവൻ്റെ മകനത്തിൻ്റെ മഹത്വം വർദ്ധിച്ചാലും നീ ഭയപ്പെടരുത്. അവൻ മരിക്കുമ്പോൾ യാതൊന്നും കൊണ്ടുപോകുകയില്ല. അവൻ്റെ മഹത്വം അവനെ പിഞ്ചൊല്ലുകയുമില്ല. അവൻ ജീവനോടിരുന്നപ്പോൾ താൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. നീ നിനക്ക് തന്നെ നന്മ ചെയ്യുമ്പോൾ മനുഷ്യർ നിന്നെ പുകഴ്ത്തും. അവൻ തൻ്റെ പിതാക്കന്മാരുടെ തലമുറയോട് ചെന്ന് ചേരും. അവർ ഒരു നാളും വെളിച്ചം കാണുകയില്ല. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. സ്വന്തമായിട്ട് ഈശോയുടെ കൂടെ നമുക്ക് ഈ സമയം ആയിരിക്കാം. കണ്ണുകളേക്ക് നടച്ച് കണ്ണുകളെ അടയ്ക്കുക. ഇന്നത്തെ ഈ പ്രഭാത ധ്യാനത്തിനായിട്ട് ഈ മദ്ബഹായുടെ മുൻപിൽ എന്നെ തന്നെ സമർപ്പിച്ച് ഞാൻ നിൽക്കുന്ന ഈ വേള യാതൊരു വിധത്തിലുള്ള മറ്റു ചിന്തകളും വേണ്ട കേട്ടോ. സാധിക്കുമെങ്കിൽ ക്രൂശിതനായ എൻ്റെ കർത്താവിൻ്റെ മനോഹരമായ മുഖം. ഇന്ന് ബുധനാഴ്ചയാണ്. എൻ്റെ കർത്താവ് കഷ്ടാനുഭവത്തിനായിട്ട് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രി ദിവസം. അതുകൊണ്ടാണ് സഭ ബുധനാഴ്ചകളിലെ മറ്റ് ആഘോഷങ്ങൾ, വിവാഹ ശുശ്രൂഷകളൊന്നും നടത്താതെ
വിശുദ്ധ കുർബാനയോടുകൂടി ബുധനാഴ്ച ദിനം കർത്താവിൻ്റെ കഷ്ടാനുഭവ ഒരുക്കത്തിനായിട്ട് ഒരുങ്ങാൻ നമ്മെ പഠിപ്പിക്കുന്നത്. നാമും ഈ ദിനം വിശുദ്ധ കുർബാനയോടുകൂടി തന്നെയാണ് ആരംഭിക്കുന്നത്. കർത്താവിനെ സ്വീകരിച്ച് ആരംഭിക്കുന്ന ഈ മനോഹരമായ ഈ ദിനം എല്ലാ വിചാരങ്ങളും ഏതെങ്കിലും അമിതമായിട്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, സ്വാധീനിക്കുന്ന എല്ലാ ചിന്തകളൊന്നും മാറ്റിവെച്ച് യേശുവിലേക്ക് കൊടുത്ത്, കർത്താവേ, എൻ്റെ ഇന്നത്തെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പ്രഭാത സമയം അങ്ങയോട് കൂടെ ശാന്തമായിട്ടായിരിക്കാനായിട്ടുള്ള വലിയൊരു അനുഭവവും കൃപയും നൽകണേ. വചനധാരയുടെ 427 ദിവസമാണെന്ന്. ഇന്നത് രാവിലെ പ്രഭാതം കർത്താവേ, വിശുദ്ധ കുർബാന ഒരനുഭവമായിട്ട് തീർക്കണമേ എന്ന പ്രാർത്ഥനയോടും ഈ ദിനം അങ്ങേക്ക് ഞങ്ങളോട്, ഈ അടിയനോട്, ഈ ധ്യാനത്തിലൂടെ ഈ ദിനം ആരംഭിക്കുന്ന മക്കളോട് അങ്ങേക്ക് സംസാരിക്കാനുള്ള തിരുവചനം സന്ദേശമായിട്ട് നൽകണമേ എന്ന പ്രാർത്ഥനയുടെ പ്രത്യുത്തരമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 45 തിരുവചനം. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 45 തിരുവചനം. നല്ല മനുഷ്യൻ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. ദുഷ്ടൻ ദോഷമായതിൽ നിന്ന് ദോഷം പുറപ്പെടുവിക്കുന്നു. ദുഷ്ടൻ ദോഷമായതിൽ നിന്ന് ദുഷ്ടത പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതല്ലോ വായ് പ്രസ്താവിക്കുന്നത്. ഹൃദയത്തിൽ നിറഞ്ഞ് കവിയുന്നതല്ലോ വായ് പ്രസ്താവിക്കുന്നത്. ഈശോയിലേക്ക് കൊടുത്ത മക്കളെ ഒന്ന് ഈശോയിലേക്ക് ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അതരം സംസാരിക്കുന്നത്. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അതരം സംസാരിക്കുന്നത്. പണത്തിനോടും ജഡിക മേഖലകളോടും ആസക്തികളോടും കൂടെ നീ ജീവിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ഹൃദയം മുഴുവൻ അധികാരത്തിൻ്റെയും പണത്തിൻ്റെയും ഭൗതികമായ സുഖസൗകര്യങ്ങളുടെയും ചിന്തയിലായിരിക്കും. കർത്താവിനെ നിനക്ക് നിന്റെ ഹൃദയത്തിലേക്ക് സംഗ്രഹിക്കാനായിട്ട് സാധിക്കില്ല കേട്ടോ. കണ്ണുകൾ അടച്ച് ശാന്തമായിട്ടൊന്ന് ആലോചിച്ച്, കർത്താവേ, അങ്ങേക്കാളും പ്രാധാന്യം എൻ്റെ ജീവിതത്തിലെ ഞാനെപ്പോഴെങ്കിലും, ഇപ്പം മാത്രമല്ല കേട്ടോ, എൻ്റെ ജീവിതത്തിലെ യുവതിയായിരുന്നപ്പോൾ, യുവാവായിരുന്നപ്പോൾ, ബാല്യകാലത്തിൽ, മധ്യവയസ്കനായിരുന്നപ്പോൾ അങ്ങയെ തിരിച്ചറിയാതെ പണത്തിൻ്റെ, അധികാരത്തിൻ്റെ, ഭൗതിക സമ്പത്തിൻ്റെ മേഖലകളിലേക്ക് ഞാൻ കടന്നു പോയിട്ടുണ്ടെങ്കിൽ
കഴിവില്ലായ്മയാണെന്ന് തിരിച്ചറിഞ്ഞ് എന്നോട് പൊറുക്കണ ദൈവമേ. കണ്ണുകളടയ്ക്ക്. യേശു പറയുന്നുണ്ട്, ഈ മേഖല വിട്ടുകൊടുക്കാനായിട്ട് പലരെപ്പോഴും സാധിക്കാതെ വന്നിട്ടുണ്ടെന്ന് യേശു പറയുന്നുണ്ട്. കർത്താവിന് നിന്റെ ജീവിതത്തിൽ ഇടപെടണമെങ്കിൽ, കർത്താവിന് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും വിട്ടുകൊടുത്തേ ഒക്കൂ. നിർബന്ധമായിട്ടും വിട്ടുകൊടുത്തേ ഒക്കൂ. യേശുവേ, 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 യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ശാന്തമായിട്ട് ആസക്തികളെ വിട്ടുകൊടുക്കാൻ കർത്താവ് പ്രത്യേകം ആവശ്യപ്പെടുന്നുണ്ട് കേട്ടോ. ആസക്തികൾ ഏതെങ്കിലും മേഖലകളിൽ വസ്ത്രം, വാഹനം, കെട്ടിടം, സ്ഥലം, പണം, അധികാരം, പേര്, പ്രശസ്തി, സുഖ സൗകര്യങ്ങൾ, ഒരു കംഫർട്ട്, എപ്പോഴും ഒരു അല്ലലും ഇല്ലാതെ ഇരിക്കണം എന്ന ചിന്ത, എപ്പോഴും വയറ് നിറയെ അമിതമായിട്ട് ഭക്ഷണം കഴിക്കണമെന്ന ചിന്ത, മറ്റുള്ളവരോട് എപ്പോഴും എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കണം. ഇതെന്തായാലും കുഴപ്പമില്ല. കുറവുകൾ, കുറ്റങ്ങൾ, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ലോകവിശേഷങ്ങൾ, എപ്പോഴും എന്തെങ്കിലും സംസാരിച്ചിരിക്കണം. കൊടുത്തേക്കണം കേട്ടോ. ഈശാഗ്രഹിക്കാത്ത മേഖലകളാണത്. നിന്റെ ജീവിതത്തിൽ നിയന്ത്രണമില്ലാതെ എന്തുണ്ടെങ്കിലും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തേക്ക്. സ്തുതി, 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 സ്തുതി. മകനെ, മകളെ, നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിന്റെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എന്നേക്കാളും പ്രാധാന്യത്തോടെയും അമിതമായ വലുപ്പത്തിലും നീ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആ തടസ്സങ്ങളെ, കോട്ടകളെ എടുത്തു മാറ്റുക, വിട്ടൊഴിയുക. ആരാധന. ഹല്ലേലൂയ. സ്തോത്രം. ഈ പ്രഭാതം നമ്മൾ വിശുദ്ധ കുർബാനയോടുകൂടി മനോഹരമായിട്ട് കർത്താവിനെ സ്വീകരിച്ച് ആരംഭിക്കുമ്പോൾ നമുക്ക് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ട മക്കളുണ്ടാകാം.
ഈ ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് വെളിപ്പെടുത്തുന്ന ചില മുഖങ്ങൾ, വെളിപ്പെട്ട് വരുന്ന ചില സംഭവങ്ങൾ, ചില വിഷമങ്ങൾ, രോഗാവസ്ഥകൾ, അതുപോലെ എൻ്റെ വ്യക്തിപരമായ ചില വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, തർക്കങ്ങൾ. പ്രത്യേകിച്ച് ഈശോ എന്ന് പറയുന്നുണ്ട്, ആരോടെങ്കിലും തർക്കം, വഴക്ക്, അകൽച്ച ഉണ്ടെങ്കിൽ ആ മേഖലകൾ ഇതെല്ലാം സമർപ്പണത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പലവിധ വിചാരങ്ങൾ മാറട്ടെ കേട്ടോ. ശാന്തമായിട്ടിരുന്നേക്ക്. ആരെയും നോക്കണ്ട. ഈശോയെ, ഈശോയെ, ഈശോയെ. മക്കളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളുടെ പ്രാർത്ഥന ഈശോ കേൾക്കുന്നു. ദൈവവേലയ്ക്കായിട്ട് അല്ലെങ്കിൽ സഭയുടെ അല്ലെങ്കിൽ സുവിശേഷ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മക്കളുടെ നന്മയ്ക്കായി, അവരനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ ഈശോ ശക്തമായിട്ട് അനുഗ്രഹിക്കട്ടെ. ചിലർ പറഞ്ഞ വാക്കുകൾ അല്ലെങ്കിൽ പ്രവൃത്തി, വഞ്ചന മൂലം അതികഠിനമായ ഹൃദയവേദന, എന്നാലും അവൻ അല്ലെങ്കിൽ അവൾ എന്നോട് അത് ചെയ്തല്ലോ എന്ന വലിയ വേദനയോടെ, കണ്ണുനീരോടെ, വിഷമത്തോടെ ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ആശ്വാസം ലഭിക്കട്ടെ. ഈശോ അനുഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. നിന്റെ ഓരോ തുള്ളി കണ്ണുനീരും ഞാൻ തുരുത്തിയിൽ ശേഖരിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ഉത്തരം ലഭിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമിതമായ സന്തോഷം മാറ്റിവെക്കാൻ ഈശോ പറയുന്നത്. അമിതമായിട്ട് സന്തോഷിക്കുന്നതിലും പുഞ്ചിരിക്കുന്നതും കർത്താവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. എപ്പോഴും സഹനത്തിൻ്റെ മേഖലയിലും എല്ലാ സമയത്തും സന്തോഷത്തോടെ ഇരിക്കാൻ തന്നെ കർത്താവ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ചില സന്ദർഭങ്ങളിൽ സാത്താൻ അമിതമായ സന്തോഷം നൽകും. അത് പാപത്തിലേക്ക്, ലഹരിയിലേക്ക്, മറ്റ് ചീത്ത കൂട്ടുകെട്ടുകളിലേക്ക്, മറ്റ് മേഖലകളിലേക്കൊക്കെ നമ്മളെ വഴിതിരിച്ചിടാം. ആ മേഖലകളിലെ അമിതമായ സന്തോഷങ്ങളിലെ നിയന്ത്രണം, അത് ശാരീരികമായിട്ടും ആത്മീയമായിട്ടും നിയന്ത്രിക്കാനായിട്ട് പ്രത്യേകം കർത്താവ് പറയുന്നുണ്ട് കേട്ടോ. യാത്രകൾ, അമിതമായി യാത്ര ചെയ്യുന്നവരെ, ഒരാവശ്യമില്ലാതെ യാത്ര ചെയ്യുന്നവരെ നിയന്ത്രിക്കുക. പ്രത്യേകം ഓരോ കാര്യങ്ങളെ കുറിച്ച് വെറുതെ ചിന്തിക്കുന്ന മനസ്സുകളെ ശാന്തമാക്കുക. അങ്ങനെയായാൽ, ഇങ്ങനെയായാൽ അവനോട് എന്തു പറയും, അവളോട് എന്തു പറയും. അസ്വസ്ഥമാകരുത്, അമിത ചിന്തകളരുത്. പ്രത്യേക ഈശോ പറയുന്നുണ്ട് ആ മേഖലയിലൊന്ന് പ്രത്യേകം കർത്താവേ, എങ്കിലും അസ്വസ്ഥതകളോടും മറ്റു രീതിയിൽ സ്വയമേവ സംസാരിച്ച് ഹൃദയത്തെ കലുഷിതമാക്കുന്ന ബന്ധനത്തിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈശോയുടെ നാമത്തിൽ വിട്ടുമാറട്ടെ. ഈശോയെ സ്തുതി, ഈശോയെ.
അസ്വസ്ഥമാകണ്ട കേട്ടോ. ഒരു വിധത്തിലും അസ്വസ്ഥമാകണ്ട. കർത്താവ് കൂടെയുണ്ട്. ആരെങ്കിലും ഉപദ്രവിക്കണം, അത് വാക്കുകൊണ്ട് അല്ലെങ്കിൽ ശരീരം കൊണ്ട് ഉപദ്രവിക്കണം, അവനെ അല്ലെങ്കിൽ അവളെ ഒന്നിക്കഴ്ത്തണം, ഒരു തക്ക മറുപടി കൊടുത്തേക്കണം എന്ന പ്രതികാര ചിന്തകൾ നീങ്ങിപ്പോകട്ടെ. ഈശോ പ്രത്യേകം പറയുന്നുണ്ട്, അങ്ങനെ പ്രതികാരത്തിൻ്റെ തക്ക മറുപടി കൊടുത്ത് സൃഷ്ടിക്കുന്ന ഈർഷ്യയുടെ ലോകത്ത് നിനക്ക് എന്നെ കിട്ടില്ല കേട്ടോ. നീ തന്നെ തനിയെ അവിടെ നിന്നേക്കണം. എൻ്റെ കൂടെ ഞാൻ ഉണ്ടാകത്തില്ല. ഞാൻ നിൻ്റെ കൂടെ വേണമെങ്കിൽ ക്ഷമയുടെ സ്നേഹത്തിൻ്റെ മേഖലയിലൂടെ കടന്നു പോകണം. ആരോടെങ്കിലും പ്രതികാരത്തിൻ്റെ വിദ്വേഷത്തിൻ്റെ ചിന്തകളുണ്ടെങ്കിൽ മാറ്റിയേ. ഈശോയെ, ഞാൻ അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും വ്യക്തികളോടോ സ്ഥാപനങ്ങളോടോ കുടുംബങ്ങളോടോ വിദ്വേഷത്തിൻ്റെ വെറുപ്പിൻ്റെ വലിയ ബന്ധനം ഞങ്ങളിലുണ്ടെങ്കിൽ എടുത്ത് മാറ്റണേ. ശാന്തമാക. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഇതിനും പ്രത്യേകം ഈ മേഖലകൾ സമർപ്പിക്കാനായിട്ട് കർത്താവ് പ്രത്യേകം ആവശ്യപ്പെടുന്നുണ്ട് കേട്ടോ. വിദ്വേഷമോ വെറുപ്പോ അമിതമായ ഏതെങ്കിലും മേഖലകൾ, പ്രത്യേകിച്ച് ഏതെങ്കിലും മേഖലകളിൽ അമിതമായി സ്വാധീനം അല്ലെങ്കിൽ ആശ്രയത്വം ഉണ്ടെങ്കിൽ എടുത്തെടുത്ത് മാറ്റട്ടെ. മക്കളെ കുറിച്ച് ഓർക്കുന്ന മാതാപിതാക്കൾ പ്രത്യേകം നിങ്ങളുടെ മക്കളെ ഈശോ അനുഗ്രഹിക്കുന്നുണ്ട്. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഈ ദിവസം മുഴുവൻ ഈശോയുടെ വലിയ അനുഗ്രഹത്തിനായിട്ട് ഇന്ന് നടത്തപ്പെടുന്ന, നമ്മൾ വിഭാവനം ചെയ്യുന്ന എല്ലാ മേഖലകളും, വഴിയാത്രകൾ, സംസാരത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ, ചിന്തകൾ എല്ലാം വിശുദ്ധീകരിക്കപ്പെടുന്നതിന് വേണ്ടി കർത്താവെ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചേക്കണേ നാഥൻ. എല്ലാ മക്കളെയും അനുഗ്രഹിച്ചേക്കണേ. ശക്തമായിട്ട് അങ്ങനെ കൃപ കൊണ്ട് നിറച്ചേക്കണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, 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 ഈശോയെ. ദൈവകരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തനേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തനേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. അനാദി മുതൽ എന്നേക്കും ആമേൻ, ആമേൻ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തനേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. പ്രിയനുഗ്രഹത്തിനായിട്ട് നമ്മൾ ഈ ദിനം എൻ്റെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിൽക്കുമ്പോൾ ഏറ്റവും വലിയ തിരുവചനം, ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അതരം സംസാരിക്കുന്നത്. ദുഷ്ടതയാണ് നിന്നിലുള്ളതെങ്കിൽ ഒരു കാരണവശാലും ഞാൻ നിന്നോട് കൂടെ ഇല്ലെന്ന് തിരിച്ചറിയുക. നന്മ കൊണ്ട് നിറയുക. മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള കൃപ കൊണ്ട് നിറയുക. പ്രതികാരം, വിദ്വേഷമൊക്കെ വിട്ടുമാറട്ടെ. ഈ ചിന്തയോടെ വിശുദ്ധ കുർബാന നമുക്ക് സമർപ്പിക്കാം. വിശുദ്ധ കുർബാന നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും, പ്രത്യേകിച്ച് കർത്താവെ ഈ ദിനം
പരിശുദ്ധ കുർബാനയോടും ഈ ധ്യാനത്തോടും കൂടി ആരംഭിക്കുന്ന ഈ മക്കളോട് കൂടെ ഉണ്ടാകട്ടെ, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും. ആമേൻ. അനുഗ്രഹത്തിനായിട്ട് കടന്നു വരാം. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. എൻ്റെ ഹിതം പോലെയല്ലേ എൻ പിതാവേ, എൻ യഹോവേ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. എൻ്റെ ഹിതം പോലെയല്ലേ എൻ പിതാവേ, എൻ യഹോവേ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. ഇമ്പമുള്ള ജീവിതവും ഏറെ ധനമാനങ്ങളും തുമ്പമറ്റ സൗഖ്യങ്ങളും ചോദിക്കുന്നില്ലേയാടിയാൻ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. നേരുനീര പാമ്പഴിയോ നീണ്ട നടയോ കുറുകയോ
അന്ധകാര ഭീതികളോ അപ്പനെ പ്രകാശങ്ങളോ എന്തു നീ കൽപ്പിച്ചിടുന്നോ എല്ലാമേ നീക്കാശീർവാദം നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. ഏതോ ഗുണം എന്നറിവാൻ ഇല്ല ജ്ഞാനം എന്നിൽ നാഥാ. നിൻ തിരുനാമം നിമിത്തം നീതിമാർഗ്ഗത്തിൽ തിരിച്ചു. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. അഗ്നിമേഘ തൂണുകളാൽ അടിയാനെ എന്നും നടത്തി അനുദീനം കൂടെയിരുന്നു അപ്പനെ കടാക്ഷിക്കുക. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. എന്റെ ഹിതം പോലെയല്ലേ എൻ പിതാവേ, എൻ യഹോവേ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. എല്ലാം യേശുവേ, എനിക്കെല്ലാം യേശുവേ, അങ്ങൊഴികെ മറ്റൊന്നിലും തൃപ്തനല്ല ഞാൻ. അങ്ങൊഴികെ മറ്റൊന്നിലും തൃപ്തനല്ല ഞാൻ. എല്ലാം യേശുവേ, എനിക്കെല്ലാം യേശുവേ, അല്ലലേറും ഈ ഉലകിൽ എല്ലാം യേശുവേ, അല്ലലേറും ഈ ഉലകിൽ എല്ലാം യേശുവേ. സഹായനും സ്നേഹിതനിടയനും, നാഥനും സഹായനും സ്നേഹിതനിടയനും, നിർവഴി നടത്തിയിടുന്ന നായകൻ എൻ പാലകൻ, നേർവഴി നടത്തിയിടുന്ന നായകൻ എൻ പാലകൻ. എല്ലാം യേശുവേ, എനിക്കെല്ലാം യേശുവേ, അങ്ങൊഴികെ മറ്റൊന്നിലും
തൃപ്തനല്ല ഞാൻ. അങ്ങൊഴികെ മറ്റൊന്നിലും തൃപ്തനല്ല ഞാൻ. രാവിലും പകലിലും കൂട്ടിനെന്നുമുള്ളവൻ, രാവിലും പകലിലും കൂട്ടിനെന്നുമുള്ളവൻ, രോഗമായി കിടക്കയിൽ കൈക്കൊണ്ടതാം ഔഷധവും, രോഗമായി കിടക്കയിൽ കൈക്കൊണ്ടതാം ഔഷധവും, എല്ലാം യേശുവേ, എനിക്കെല്ലാം യേശുവേ. അങ്ങൊഴികെ മറ്റൊന്നിലും തൃപ്തനല്ല ഞാൻ. അങ്ങൊഴികെ മറ്റൊന്നിലും തൃപ്തനല്ല ഞാൻ. ആത്മദാഹപാനവും ജീവനേകുമപ്പവും, ആത്മദാഹപാനവും ജീവനേകുമപ്പവും, ക്ലേശമേറി വന്നിടുമ്പോൾ ആശ്വാസമേകുന്നവൻ, ക്ലേശമേറി വന്നിടുമ്പോൾ ആശ്വാസമേകുന്നവൻ, എല്ലാം യേശുവേ, എനിക്കെല്ലാം യേശുവേ. അങ്ങൊഴികെ മറ്റൊന്നിലും തൃപ്തനല്ല ഞാൻ. അങ്ങൊഴികെ മറ്റൊന്നിലും തൃപ്തനല്ല ഞാൻ. Disconnected. Connected.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കുമാമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ഭൂമിയിൽ സമാധാനവും മനുഷ്യർക്ക് നല്ല പ്രത്യാശയും എല്ലാ സമയങ്ങളിലും എന്നേക്കുമാമേ. സ്വർഗത്തിലുള്ളവനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകപ്പെടട്ടെ. നിന്റെ രാജ്യം വരേണമേ. പരിശുദ്ധൻ 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 നീയാകുന്നു. സ്വർഗത്തിലുള്ളവനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ മുഖത്വത്തിനെ ആധിക്യം കൊണ്ട് സ്വർഗങ്ങളും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും പരിശുദ്ധൻ 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 നിന്നോട് നിലവിളിക്കുന്നു. സ്വർഗത്തിലുള്ളവനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകപ്പെടട്ടെ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ ഇഷ്ടം സർവ്വത്തിലെ പോലെ ഭൂമിയിലുമാകട്ടെ. ഞങ്ങളുടെ ആവശ്യത്തിനുള്ള അപ്പം ഞങ്ങൾക്ക് തരുകയും ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കുകയും വരുതേ എന്നാം ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. എന്നോടുന്ന രാജ്യവും ശക്തിയും മഹത്വവും ഇന്ന് നയിക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അനാദി മുതൽ നയിക്കും. ആമേൻ. സ്വർഗത്തിലുള്ളവനായ ഞങ്ങളുടെ പിതാവേ, നാമം പരിശുദ്ധമാകപ്പെടട്ടെ. നിന്റെ രാജ്യം വരേണമേ. പരിശുദ്ധൻ 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 നീയാകുന്നു. സ്വർഗത്തിലുള്ളവനായി ഞങ്ങളുടെ പിതാവേ, നിന്റെ മുഖത്വത്തിനെ ആധിക്യം കൊണ്ട് സ്വർഗങ്ങളും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും പരിശുദ്ധൻ 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 നിന്നോട് നിലവിളിക്കുന്നു. നാം പ്രാർത്ഥിക്കുക നമ്മോടുകൂടെ സമാധാനം. അങ്ങയുടെ മഹത്വമുള്ള തൃത്വത്തിന്റെ വന്യവും സുസ്ഥിരമായ നാമം സ്വർഗത്തിലും ഭൂമിയിലും ആരാധിക്കപ്പെടുകയും സ്തുതിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും വാഴ്ത്തപ്പെടുകയും ചെയ്യുമാറാകട്ടെ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ. കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധ പർവ്വതത്തിൽ ആര് പാർക്കും? ഞങ്ങളുടെ കർത്താവേ, വിചാരങ്ങളുടെ ശുദ്ധതയിൽ അങ്ങയുടെ ബലിപീഠത്തിന് മുൻപാകെ എന്നെ നിർത്തണമേ. കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആർ വസിക്കും? അങ്ങയുടെ വിശുദ്ധ പർവ്വതത്തിൽ ആര് പാർക്കും? നടക്കുന്ന നീതി പ്രവൃത്തി ഹൃദയത്തിൽ സത്യം സംസാരിക്കുന്നവനും നാവുകൊണ്ട് വഞ്ചിക്കാതിരിക്കുന്നവനും കൂട്ടുകാരനോട് ദോഷം പ്രവർത്തിക്കാത്തവനും അയൽക്കാരെതിരായി കോഴ വാങ്ങിക്കാത്തവനും ഭക്തന്മാരെയും ബഹുമാനിക്കുന്നവനോട് ആണയിട്ടവനെ ചതിക്കാത്തവനും പണം പലിശയ്ക്ക് കൊടുക്കാത്തവനും നീതിമാനെതിരായി കൈക്കൂലി വാങ്ങാത്തവന് തന്നെ പ്രവർത്തിക്കുന്നവൻ നീതിമാനാകുന്നു. ഒരു നാളും വിളക്കപ്പെടുകയില്ല. അവനെ തന്റെ വിശുദ്ധ സ്ഥലത്തിൽ സ്തുതിപ്പിൻ. ശക്തിയുടെ ആകാശവിധാനത്തിൽ അവനെ സ്തുതിപ്പിൻ. അവനെ സ്തുതിപ്പിൻ. തൻ മഹിമാതികൾ അവനെ സ്തുതിപ്പിൻ. ആഹ്ലാദത്തോടും വീണകളാലും കിന്നരങ്ങളാലും അവനെ സ്തുതിപ്പിൻ. അവനെ സ്തുതിപ്പിൻ. പരമായി കമ്പിളാൽ അവനെ ഉച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിപ്പിൻ. ആത്മോടും അട്ടഹാസത്തോടും കൂടെ അവനെ സ്തുതിപ്പിൻ. നിശ്വാസങ്ങളാൽ കർത്താവിനെ സർവ്വജാതികളുമേ കർത്താവിനെ സ്തുതിപ്പിൻ. സർവവംശങ്ങളുമേ കർത്താവിനെ സ്തുതിപ്പിൻ. കൃപ നമ്മുടെ മേൽ പ്രബലപ്പെട്ടിരിക്കുന്നു. സത്യമായിട്ട് എന്നേക്കും കർത്താവാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അനാദി മുതൽ എന്നേക്കും. ആമേൻ ആമേൻ. ഞങ്ങളുടെ കർത്താവേ, വിചാരങ്ങളുടെ ശുദ്ധതയിൽ അങ്ങയുടെ ബലിപീഠത്തിന് മുൻപാകെ എന്നെ നിർത്തണമേ. പാർക്കും സർവ്വത്തെയും ശുദ്ധീകരിക്കുന്ന ദൈവമേ, മന്ത്രിയോ മനോഹരമാകപ്പെടുത്തുമാകുന്നു. നാം പ്രാർത്ഥിക്കുക നമ്മോടുകൂടെ സമാധാനം. സ്തുതിക്കപ്പെട്ട നിന്റെ തൃത്വത്തിന്റെ മഹത്വവും ഭയങ്കരവും പരിശുദ്ധവും ധന്യവും ഗ്രഹിക്കാൻ സാധ്യമല്ലാത്തതുമായ തിരുനാമത്തെയും അങ്ങയുടെ കൃപയെയും പുകഴ്ത്തുവാനും സ്തുതിക്കുവാനും ഞങ്ങൾ കടക്കാരാകുന്നു. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ. ഇമ്പകരമായ മൂലകങ്ങളുടെ സൗരഭ്യമേറിയ സുഗന്ധർവങ്ങളുടെ സൃഷ്ടാവേ, അങ്ങയുടെ ബഹുമതിക്കായിട്ട് ഞങ്ങളിടുന്ന ഈ ധൂപവർഗം അങ്ങയുടെ മഹനീയ തൃത്വത്തിന്റെ വന്യവും സുസ്ഥിരമായ നാമത്താൽ വാഴ്ത്തപ്പെടുകയും ഇത് ഞങ്ങളുടെ വിമോചനത്തിന് കാരണമായി തീരുകയും ചെയ്യുമാറാകട്ടെ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും. ആമേൻ. തന്റെ കൃപയാലും അനുവിനാലും അങ്ങയുടെ രാജ്യത്തെ ആനന്ദിപ്പിക്കുകയും അങ്ങയുടെ ശുശ്രൂഷ കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.
പ്രത്യുപകാരം ചെയ്യുവാൻ സാധിക്കാത്തവയായി ഞങ്ങളോടുള്ള അങ്ങയുടെ സഹായങ്ങൾക്ക് വേണ്ടി, കൃപകൾക്ക് വേണ്ടി, സൗഭാഗ്യങ്ങൾ നിറഞ്ഞ കിരീടധാരണിയായ തിരുസഭയിൽ അങ്ങേ നിരന്തരം പുകഴ്ത്തുവാനും സ്തുതിക്കുവാനും ഞങ്ങൾ യോഗ്യരാക്കപ്പെടുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ സർവത്തിൻ്റെയും കർത്താവും സൃഷ്ടാവും അങ്ങാകുന്നുവല്ലോ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളോവേ. സർവത്തിൻ്റെയും നാഥനായുള്ളോവേ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. ഈശോ മിശിഹായേ, നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും നീ ഞങ്ങളുടെ ആത്മാക്കളുടെ രക്ഷകനുമാകയാൽ നിന്നെയും ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, ഞാൻ എൻ്റെ കൈകളെ നിർമ്മലമായി കഴുകി അങ്ങയുടെ വിശുദ്ധ ബലിപീഠത്തെ വലമിക്കുന്നു. സർവ്വത്തിനെയും നാഥനായുള്ളോവേ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. ഈശോ മിശിഹായേ, നിങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും നിങ്ങളുടെ ആത്മാക്കളുടെ രക്ഷകനുമാകയാൽ നിന്നെയും ഞങ്ങൾ സ്തുതിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അനാദി മുതൽ എന്നേക്കും. ആമേൻ, ആമേൻ. സർവത്തിൻ്റെയും നാഥനായുള്ളോവേ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. ഈശോ മിശിഹായേ, നിങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും നീ ഞങ്ങളുടെ ആത്മാക്കളുടെ നല്ല രക്ഷകനാകയാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. നാം പ്രാർത്ഥിക്കുക, നമ്മോടുകൂടെ സമാധാനം. കർത്താവേ, അങ്ങ് സത്യമായിട്ടും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ഞങ്ങളുടെ ആത്മാക്കളുടെ നല്ല രക്ഷകനും ഞങ്ങളുടെ ജീവനെ നിരന്തരം കാത്തു സൂക്ഷിക്കുന്നവനുമാകുന്നു. കർത്താവേ, ഞങ്ങളെല്ലാം ഇപ്പോഴും അങ്ങയെ സ്തുതിക്കുവാനും വന്ദിക്കുവാനും കടക്കാരാകുന്നു. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളോവേ. ആമേൻ. സർവ്വജനമേ, നിങ്ങളുടെ ശബ്ദമുയർത്തി ജീവനുള്ള ദൈവത്തെ സ്തുതിപ്പിൻ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തനേ, ഞങ്ങളോട് കരുണയുണ്ടാകേണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളോട് ഇനി ഉണ്ടാകണമേ. അനാദി മുതൽ എന്നേക്കും ആമേൻ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തനേ, ഞങ്ങളോട് ഇനി ഉണ്ടാകണമേ. നാം പ്രാർത്ഥിക്കുക, നമ്മോടുകൂടെ സമാധാനം. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ദൈവികവും ജീവിപ്പിക്കുന്നതുമായ അങ്ങയുടെ കൽപ്പനകളുടെ മധുരസ്വരത്തെ ശ്രദ്ധയോടെ കേൾക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളുടെ ഉള്ളിയേന്ദ്രിയങ്ങളെ അങ്ങ് പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ കൃപയാലും കരുണയാലും ഞങ്ങളുടെ ആത്മശരീരങ്ങൾക്ക് ഉതകുന്ന ഗുണങ്ങളായ സ്നേഹം, പ്രത്യാശ, രക്ഷ എന്നിവയെ സംഭരിക്കുവാൻ ഇടപെടാതെ സ്തോത്രം പാടുവാൻ കൃപ നൽകണമേ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളോവേ. ആമേൻ. നിശ്ചിതമായിപ്പിൻ സഹോദരങ്ങളെ, വിശുദ്ധമലോസ്തനെയാണ് ലേഖനം ശ്രദ്ധിപ്പിൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ദിവ്യമായ ഉപദേശത്താൽ നിന്നെ ജ്ഞാനിയാക്കട്ടെ. നിന്നെ ശ്രദ്ധിക്കുന്നവർക്കും നിങ്ങൾ മനോഹരമായൊരു കണ്ണാടിയായി തീരുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. നിശ്ചിതമായിരിപ്പിൻ. വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം മുതൽ 10-ാം വാക്യം വരെയും. സഹോദരന്മാരെ, ആത്മീക വരങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ജാതികളായിരുന്നപ്പോൾ നിങ്ങൾ നടത്തിയതുപോലെ ഓമ വിഗ്രഹങ്ങളുടെ അടുക്കൽ പോകുക പതിവായിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ആകയാൽ ദൈവത്തിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവൻ എന്ന് പറയുകയില്ല. പരിശുദ്ധാത്മാവിൽ അല്ലാതെ യേശു കർത്താവ് എന്ന് പറയുവാൻ ആർക്കും കഴിയുകയുമില്ല എന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നു. എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ. വീര്യപ്രവൃത്തികളിൽ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്നവൻ ദൈവം ഒരുവൻ തന്നെ. എന്നാൽ ഓരോരുത്തന് അവനവൻ്റെ ആത്മാവിൻ്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. ഒരുത്തനു ആത്മാവിൽ ജ്ഞാനത്തിൻ്റെ വചനവും മറ്റൊരുവന് അതേ ആത്മാവിൽ പരിജ്ഞാനത്തിൻ്റെ വചനവും നൽകപ്പെടുന്നു. വേറൊരുവന് അതേ ആത്മാവിൽ വിശ്വാസം, മറ്റൊരുവന് അതേ ആത്മാവിൽ രോഗശാന്തികളുടെ വരം, മറ്റൊരുവന് വീര്യപ്രവൃത്തികൾ, മറ്റൊരുവന് പ്രവചനവും, മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം, വേറൊരുവന് പലവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കുന്നത് പോലെ അവനവന് അതത് വരം പകർന്നു കൊടുത്തത് ഒരേ ആത്മാവ് തന്നെ. പൗലോസ് കർത്താനുസ്തുതി. നാം പ്രാർത്ഥിക്കുക, നമ്മോടുകൂടെ സമാധാനം. ലോകത്തിന്റെ പ്രകാശവും സർവത്തിൻ്റെയും ജീവനുമായ മിശിഹായേ,
അങ്ങേ ഞങ്ങളുടെ അടുക്കിലേക്ക് അയച്ചനാദിയായ കരുണകൾക്ക് സ്തുതി എന്നേക്കുമാമേ. തന്റെ മഹത്വത്തിന്റെ ജ്ഞാനത്താൽ മനുഷ്യരെ പ്രകാശിപ്പിക്കുന്നവനേ കർത്താവേ, പരിശുദ്ധവും ദൈവീകവുമായ ഈ തിരുവെഴുത്തുകളെ ധ്യാനിക്കുന്നതിന് എൻ്റെ വിചാരങ്ങൾ അങ്ങ് പ്രശോഭിപ്പിക്കണമേ എന്നേക്കുമാമേ. പാപിനിയായ മറിയം അങ്ങയുടെ ശിരസിൽ സൗന്ദര്യം ഒഴിച്ചപ്പോൾ അങ്ങയിൽ നിന്നും പുറപ്പെട്ട ദിവ്യമായ പരിമളം ഞങ്ങളുടെ ബഹുമാനത്തിനും അങ്ങയുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും മോചനത്തിനുമായി സമർപ്പിക്കുന്ന സുഗന്ധവ്രഗത്തോടുകൂടി കലരുമാറാകട്ടെ, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കുമാമേ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. സുശേഷം കേൾക്കുന്നതിനായി നാം മൃഗത്തോടുകൂടി നേരി നിൽക്കുക. നിങ്ങളോട് കൂടെ സമാധാനം, നിങ്ങളോട് നിങ്ങളുടെ ആത്മാവോടും കൂടെ. വിശുദ്ധമുള്ള ലൂക്കോസ് നമ്മോടറിയിച്ച പരിശുദ്ധമായ സുവിശേഷം. വിശുദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 38 മുതലുള്ള തിരുവചനങ്ങൾ. ശിമോന്റെ അമ്മായിയമ്മയെയും മറ്റു ചിലരെയും സൗഖ്യമാക്കുന്നത്. അവൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി ശിമോന്റെ വീട്ടിൽ ചെന്നു. ശിമോന്റെ അമ്മായി മകടനെ ജ്വരം കൊണ്ട് വലഞ്ഞിരിക്കയാൽ അവൾക്ക് വേണ്ടി അവനോട് അപേക്ഷിച്ചു. അവൻ അവളെ കുനിഞ്ഞു നോക്കി ജ്വരത്തെ ശാസിച്ചു. അതവനെ വിട്ടുമാറി അവൾ ഉടനെ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു. സൂര്യൻ അസ്തമിക്കുമ്പോൾ നാനാവ്യാധികൾ പിടിച്ച ദീനക്കാരുള്ളവരൊക്കെയും അവരെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ ഓരോരുത്തൻ്റെയും മേൽ കൈവച്ച് അവരെ സൗഖ്യമാക്കി. പലരിൽ നിന്നും ഭൂതങ്ങൾ നീ ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിലവിളിച്ച് പറഞ്ഞുകൊണ്ട് പുറപ്പെട്ടു പോയി. താൻ ക്രിസ്തു എന്ന് അവ അറിയുക കൊണ്ട് മിണ്ടുവാൻ അവൻ സമ്മതിക്കാതെ അവയെ ശാസിച്ചു. നേരം വെളുത്തപ്പോൾ അവൻ പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്തേക്ക് പോയി. പുരുഷാരമോനെ തിരഞ്ഞവൻ്റെ അരികത്ത് വന്ന് തങ്ങളെ വിട്ടുപോകാതിരിപ്പാൻ അവനെ തടുത്തു. അവനവരോട്, ഞാൻ മറ്റുള്ള പട്ടണങ്ങളിലും ദൈവരാജ്യം സുവിശേഷിക്കേണ്ടതാകുന്നു, ഇതിനായിട്ടല്ലോ എന്നെ അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. നാം എല്ലാവരും ദുഃഖത്തോടും ശ്രദ്ധയോടും കൂടി എന്നിട്ട് നിന്റെ കർത്താവേ ഞങ്ങളോട് ഇനി ഉണ്ടാകണമേ എന്ന് പറഞ്ഞ് അപേക്ഷിക്കുക. കരുണയുടെ പിതാവിൽ ആശ്വാസനേയമായി ഇവനെ ഞങ്ങളോട് യാചിക്കുന്നു. എല്ലാ ലോകത്തിനെയും സഭയുടെയും സമാധാനത്തിനും യോജിപ്പിന് നിൽപ്പിന് വേണ്ടി ഞങ്ങളോട് യാചിക്കുന്നു. ഞങ്ങളുടെ വിശുദ്ധ പിതാക്കന്മാരെ മാറവാകാത്തുരയ്ക്ക് സ്നേഹിയും മാരോഗ്യന്മാർ പ്രമിത്ര പോലത്തമാരുടെയും അവരുടെ കൂട്ടുശിഷ്യന്മാരുടെ ആരോഗ്യത്തിന് വേണ്ടി ഞങ്ങളോട് യാചിക്കുന്നു. സർവ്വതനയുടെ പരിപാലിക്കുന്ന വാലുവായ ദൈവമേ ഞങ്ങളോട് യാചിക്കുന്നു. നിങ്ങളുടെ കർത്താവായ മിശിഹായ നിന്റെ കൃപയിൽ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ സമാധാനവും ആശ്വാസവും ഞങ്ങളോടുകൂടി വർദ്ധിപ്പിക്കുകയും ഞങ്ങളോട് ഇനി ഉണ്ടാകുകയും ചെയ്യുമാറാകണമേ. നമ്മോടുകൂടെ സമാധാനമുണ്ടാകുവാൻ നാം പ്രാർത്ഥിക്കുക. സർവനാഥനായ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുക. നമ്മുടെ പ്രാർത്ഥനയുടെ ശബ്ദത്തെ കേൾക്കുവാനും
അപേക്ഷ കൈക്കൊള്ളുവാനും നമ്മോട് ഉണ്ടാകുവാനുമായിട്ട് സർവനാഥനായ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുക. നമ്മെ രക്ഷിക്കുന്നതിന് ജീവിതമായ മിശിഹായുടെ അമ്മ ഭാഗ്യവതിയായ വിശുദ്ധ മാർത്തവരത്തിന് ഓർമ്മയ്ക്കായും അവളുടെ നമ്മുടെ ജീവകാലം മുഴുവനും തൻ്റെ കൃപയിൽ നമ്മെ ശുദ്ധീകരിക്കുവാനും തന്നെ ക്ഷമ തികയ്ക്കുവാനും തന്നെ സത്യമൂർത്തിയാക്കുവാനുമായിട്ട് സർവനാഥനായ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുക. വിശേഷം വിധിപിതാവും സർവനാഥനുമായ ദൈവത്തെ പ്രാർത്ഥിക്കുകയും വന്ദിക്കുകയും ആരാധിക്കുകയും സ്തുതിക്കുകയും ബഹുമാനിക്കുകയും ഉയർത്തുകയും ചെയ്യുവാൻ ആവശ്യമത്രയും എന്തുകൊണ്ടെന്നാൽ അതിന് മിശിഹായ നമ്മുടെ ആത്മാക്കൾക്ക് നിലനിർത്തിയ സുരക്ഷയും നൽകി അവൻ്റെ അവസരത്തിൻ്റെ കൃപയും ദയും അനുഗ്രഹങ്ങളും നമ്മോടുകൂടെ തികയ്ക്കുമാറാകട്ടെ. പ്രാർത്ഥനയുടെ അപേക്ഷയുടെ സമാധാനത്തിനെ മരണ മാർഗയ്ക്കായി യാചിക്കുന്നു. ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ സഭയ്ക്ക് നിത്യമായ സമാധാനവും ഞങ്ങൾക്ക് പാവങ്ങളാലുള്ള ജീവിതവും യാചിക്കുന്നു. പൂർത്തിരക്കെട്ടാകുന്ന സ്നേഹിതരേക്ക് ബദ്ധത്തെ റൂഹാദുരുശയുടെ ശബ്ദത്തോടെ യാചിക്കുന്നു. പാപങ്ങളുടെ ഭൂചരത്തിങ്ങളുടെ ജീവനെ സഹായിക്കുന്നവയും നിന്റെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവയും യാചിക്കുന്നു. കർത്താനുടെയും കരുണയും ഇടാതെ എപ്പോഴും യാചിക്കുന്നു. നാം ഓരോരുത്തർ നാം ആത്മാക്കളെ പിതാവിനും പുത്രനും പരമേൽപ്പിക്കുക. ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിങ്ങളേക്ക് പരമേൽപ്പിക്കുന്നു. ബലവാനായ ദൈവമായ കർത്താവേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു, യാചിക്കുന്നു. അങ്ങയുടെ കൃപ ഞങ്ങളിൽ പൂർത്തിയാക്കണമേ. അങ്ങയുടെ ദാനം ഞങ്ങൾ വഴിയായി ഒഴുക്കണമേ. നല്ലവനെ, മനുഷ്യ സ്നേഹിയെ, അങ്ങയുടെ ദൈവത്വത്തിന്റെ കരുണകളും കനുവും അങ്ങയുടെ ജനങ്ങളുടെ കടങ്ങളുടെ മോചനത്തിനും അങ്ങേ കൃപയാലും കരുണയാലും അങ്ങ് തിരഞ്ഞെടുത്ത ആട്ടിൻകൂട്ടത്തിലെ എല്ലാ ആടുകളുടെയും പാപമോചനത്തിന് ഈ വിശുദ്ധ കുർബാന കാരണമായി തീരുമാറാകട്ടെ, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കൈവയ്പിനായി നിങ്ങളുടെ ശിരസ്സുകളെ കുറിച്ച് അനുഗ്രഹം കൈക്കൊള്ളുവിൻ. എൻ്റെ കർത്താവേ, നിന്റെ ദയാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങളെല്ലാവരും ഒന്നായി യോജിച്ച് അങ്ങയുടെ കർത്തൃത്വത്തിൻ്റെ മഹത്തായ ഇഷ്ടത്തെ പ്രസാദിപ്പിക്കുന്നതിനായിട്ടും നീതിയുടെ സൽപ്രവർത്തികളാൽ അങ്ങയുടെ ദൈവത്വത്തെ പ്രസാദിപ്പിക്കുന്നതിനായിട്ടും അങ്ങയുടെ കൃപയുടെ സഹായത്താൽ അങ്ങേക്ക് സ്തുതി, ബഹുമാനം, പുകഴ്ച, ആരാധന ഉയർത്തുന്നതിന് യോഗ്യരായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണമേ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളോവേ. ആമേൻ. ഞങ്ങൾ കർത്താവിൽ തീർച്ചയായും പ്രത്യാശ വെച്ചിരിക്കുന്നു. ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കട്ടെ. മഹത്വപ്പെട്ട അങ്ങയുടെ തൃത്വത്തിന് എന്നും എന്നേക്കും ഞങ്ങൾ സ്തുതി ഉയർത്തും. നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി ബലിയർപ്പിക്കപ്പെടുകയും തൻ്റെ മരണത്തിൻ്റെയും കബറടക്കത്തിൻ്റെയും പുനരുദ്ധാനത്തിൻ്റെയും ഓർമ്മയെ കൊണ്ടാടുവാൻ നമ്മോട് കൽപ്പിച്ച മിശിഹാ തന്നെ തൻ്റെ കൃപയാലും കരുണകളാലും ഈ വിശുദ്ധമായ ബലിയെ നമ്മുടെ കൈകളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ എന്നേക്കും.
ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളോവേ, അങ്ങയുടെ കൽപ്പന പ്രകാരം. കർത്താവും ദൈവവുമായുള്ളോവേ, അങ്ങയുടെ കൽപ്പന പ്രകാരം. ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളോവേ, അങ്ങയുടെ കൽപ്പന പ്രകാരം. നമ്മുടെ കർത്താവിന്റെ സ്വർഗത്തിൽ നിന്നുള്ള രണ്ടാമത്തെ വരവ് വരെ സ്തുതിക്കപ്പെട്ടതും പരിശുദ്ധവും ജീവിപ്പിക്കുന്നതും ദൈവികവുമായ ഈ പരിശുദ്ധമായ രഹസ്യങ്ങളിതാ വിമോചകമായ ബലിപീഠത്തിന്മേൽ ഈ സമയം നിരത്തിവെക്കപ്പെട്ടിരിക്കുന്നു. അങ്ങേക്ക് സദാസ്തുതി എന്നേക്കും. മധുബാക്കർത്തൻ കല്ലറതൻ അതിൽ തൻ ശരീരവും വെക്കപ്പെട്ടിരിക്കുന്നു, അപ്പവീഞ്ഞുകൾ തന്നെ. ഈശോ ആത്മാ പോലച്ചൻ സാത്താനോടു പോരാടി ഉയർപ്പിൻ പാഠം നൽകുന്നു, ഉയർപ്പിൻ പാഠം നൽകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മിശിഹായുടെ അമ്മയായ കന്യകാമറിയത്തിന്റെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിന്മേൽ ഉണ്ടായിരിക്കട്ടെ. പുത്രനെ സ്നേഹന്മാരും ഏകജാതിനെ സ്നേഹിതന്മാരുമായുള്ളവരെ സൃഷ്ടിയിൽ സമാധാനമുണ്ടാകുവാൻ പ്രാർത്ഥിപ്പീൻ. ജനമെല്ലാം ആമേൻ ആമേൻ എന്ന് പറയട്ടെ. ഞങ്ങളുടെ പിതാവേ, മഹത്വപ്പെട്ട നീതിമാന്മാരോടും കിരീടം ധരിപ്പിക്കപ്പെട്ട സഹതന്മാരോടും കൂടെ അങ്ങയുടെ ഓർമ്മ വിശുദ്ധ മദ്ബഹമേൽ ഉണ്ടായിരിക്കട്ടെ. ചെറിയവർ വലിയവരോടുകൂടെ മഹത്വപ്പെട്ട പുനരുദ്ധാനത്തിൽ നീ അവരെ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രത്യാശയിന്മേൽ ഇതാ എല്ലാ നിധന്മാരും നിദ്ര പ്രാപിച്ചിരിക്കുന്നു. തന്റെ കൃപയാലും കണിയാലും നാം എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും സത്യമായി വിശ്വസിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ഏറ്റുപറയാം. സർവശക്തിയുള്ള പിതാവും കാണപ്പെടാത്തതുമായ സകലത്തിനെ സൃഷ്ടികർത്താവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിനെ ജാതനായ പുത്രനും സർവ സൃഷ്ടികളുമാജാതനുമായ ഈശോ മിശിഹാ എന്ന കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. അവൻ സർവ്വങ്ങൾക്ക് മുൻപേ ഇതിന് പിതാവിൽ നിന്ന് ജനിക്കപ്പെട്ടു ഉണ്ടാക്കപ്പെട്ടവനുമല്ല. സത്യദൈവത്തിന് സത്യദൈവം ഇതിന് പിതാവിന്റെ സ്വഭാവമുള്ളവൻ. അവൻ്റെ കൈകളാൽ ലോകങ്ങളുണ്ടാക്കപ്പെടുകയും സകലം ചെയ്തു. അവൻ മനുഷ്യരായ നമുക്കും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി സ്രോതത്തിൽ നിന്നിറങ്ങി റുഹാദുരിശായ ശരീരമെടുത്ത് മനുഷ്യനായി തീരുകയും കനികാമറിയത്തിൽ നിന്ന് ഗർഭധരിക്കുകയും ജനിക്കുകയും ചെയ്തു. പന്തിയോസിലാത്തോസിനെ നാളുകളിൽ കഷ്ടമനുഭവിച്ച് കുരിശുമേൽ നിറയ്ക്കപ്പെട്ടു അടക്കപ്പെടുകയും ചെയ്തു. എഴുതപ്പെട്ടിരിക്കുന്ന പ്രകാരം 3-ാം ദിവസം ഉയർത്തുന്നേറ്റു സ്വർഗത്തിലേക്ക് കരേറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്ന് മരിച്ചവരെയും ജീവനോടെ ഇരിക്കുന്നവരെയും വിധിപ്പാൻ വേണ്ടി വരുവാനും ഇരിക്കുന്നു. സത്യത്തിനെ ആത്മാവും പിതാവിൽ പുറപ്പെടുന്നതിനും ജീവിക്കുന്ന ആത്മാവുമായ ഏകറുഹാദുരിശായിൽ വിശ്വസിക്കുന്നു. പരിശുദ്ധവും സ്ലീഹായിക്കെടുത്തതും കാത്തോലിക്കവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. മോചനത്തിലുള്ള ഏകമാംതിതായെയും നമ്മുടെ ശരീരങ്ങളെ ഉയർത്തുന്നേൽപ്പിനെയും എന്നേക്കുമുള്ള ജീവനെയും ഞങ്ങൾ ഏറ്റുപറയുന്നു. ആമേൻ. നാളുകളിൽ കഷ്ടമനുഭവിച്ചവൻ കുരിശിൽ തറയ്ക്കപ്പെട്ട് എഴുതപ്പെട്ടിരിക്കുന്ന പ്രകാരം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നാം പ്രാർത്ഥിക്കുക. നമ്മോടുകൂടെ സമാധാനം. നമ്മുടെ പിതാക്കന്മാരായ കാത്തോലിക്കമാർ, എപ്പിസ്കോപ്പുമാർ, കശീശമാർ, ശമാശന്മാർ, ബ്രഹ്മചാരികൾ, സത്യവിശ്വാസിനി ലോകത്തിൽ നിന്ന് കടന്നുപോയവർ, നമ്മുടെ പിതാക്കന്മാർ, സഹോദരി സഹോദരന്മാർ, പുത്രീപുത്രന്മാർ, വിശിഹായെ സ്നേഹിച്ച വിശ്വസഭരണാധികാരികൾ എന്നിവരുടെ ഓർമ്മയ്ക്കായി പ്രാർത്ഥിപ്പിൻ. നീയന്മാരും സ്ത്രീകന്മാരുമായ എല്ലാവരുടെയും ഇവിടെയും എല്ലാ ദേശങ്ങളിലുമുള്ള സർവ്വസഹോദരന്മാരുടെയും മോദിയാനന്മാരുടെയും ഓർമ്മയ്ക്കായി പ്രാർത്ഥിപ്പിൻ. മനുഷ്യരുടെ എഴുന്നള്ള ഉയർത്തുന്നേപ്പിൽ ദൈവം ഒരു കിരീടം ധരിപ്പിക്കുന്നതിനും അവരോടുകൂടി നമുക്കും സർവ്വരാജ്യത്തിൽ പ്രത്യാശയും മൗഖരിയും അവകാശവും ജീവന് നൽകുവാനുമായി പ്രാർത്ഥിപ്പിൻ. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ. ജീവനുള്ളവരും മരിച്ചവരുമായ എല്ലാവർക്കും വേണ്ടി ഈ വിശുദ്ധ കുർബാന ഇവിടെ ഇതാ അർപ്പിക്കപ്പെടുന്നു. എൻ്റെ കർത്താവേ, അങ്ങയുടെ മഹത്വത്തിൻ്റെ ഭയങ്കരമായ ആസ്ഥാനത്തിന് മുൻപാകെ എൻ്റെ പാപാവസ്ഥയിൽ നിന്ന് ഈ വിശുദ്ധ കുർബാന
പ്രസന്നമുഖത്തോടെ അങ്ങ് സ്വീകരിക്കേണമേ. മുഖപ്രസാദത്തോടുകൂടി സ്വീകരിക്കണമാറാകട്ടെ. മിശിഹായുടെ കൃപയാൽ സർവ്വരാജ്യത്തിൽ നമ്മുടെ ഈ സഹായത്തിനും രക്ഷയ്ക്ക് നിത്യജീവനുമായി തീരുവാൻ ദൈവോചനത്താലും പരിശുദ്ധാത്മാവിനാലും ഈ കുർബാന വിശദീകരിക്കണമാറാകട്ടെ. ദൈവോചനത്താലും പരിശുദ്ധാത്മാവിനാലും ഈ കുർബാന വിശദീകരിക്കണമാറാകട്ടെ. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. മിശിഹാ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കട്ടെ. മിശിഹാ നിങ്ങളുടെ കുർബാന കൈക്കൊള്ളട്ടെ. മിശിഹാ നിങ്ങളുടെ പൗരോഹിത്യത്തെ സർവ്വരാജ്യത്തിൽ പ്രകാശിപ്പിക്കുകയും നിങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും തന്നെ കൃപയ്ക്കങ്ങനകൾക്കുമായി നോക്കി കാത്തിരിക്കുന്ന സർവ്വലോകത്തിനു വേണ്ടിയും നിങ്ങൾ അർപ്പിക്കുന്ന ഈ ബലിയിൽ പ്രസാദിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് നീക്കുവാമേൻ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ആരാധനയും അർപ്പിച്ചുകൊണ്ട് ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കുമാമേ. നിങ്ങളോടുകൂടെ സമാധാനം, നിങ്ങളോട് നിങ്ങളുടെ ആത്മാവോട് മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കുവിൻ. സഹോദരീ സഹോദരന്മാരെ, മിശിഹായുടെ സ്നേഹത്തിൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുപ്പിൻ. കാത്തോലിക്കമാർ, എപ്പിസ്കോപ്പന്മാർക്ക് ശേഷമാർ, ശമാശന്മാർ എന്നിവർക്കെല്ലാവർക്കും സഭയുടെ കൂട്ടത്തിൽ നിന്ന് നിദ്ര പ്രാപിച്ച് കടന്നുപോയ സർവ്വജനത്തിനും ലോകത്തിന് ജീവനും സമാധാനത്തിനും നിനകൃപയാൽ വത്സരിച്ച് പൂർത്തി അനുഗ്രഹിക്കപ്പെടുകയും പൂർണ്ണമാക്കുകയും ചെയ്യുന്നതിനും തിരുമുൻപാകിയുള്ള കുർബാന കൈക്കൊള്ളുന്നതിന് യോഗ്യരായ സഭയുടെ മക്കൾക്കും ഈ സമയത്ത് ഒരു മുൻപാകെ നിൽക്കുന്ന നിന്റെ ദാസിദാസമാർക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും ഈ കുർബാന കൈക്കൊള്ളുമാറാകട്ടെ എന്നേക്കുമാമീൻ. നാം എല്ലാവരും നിർബലതയോടെ നിർവ്വഹിപ്പോടും കൂടി കർത്താവിനോട് ഏറ്റുപറഞ്ഞും അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുക. ശ്രദ്ധയോടുകൂടി നിന്നുകൊണ്ട് ശുദ്ധീകരിക്കപ്പെടുന്ന ഭയഭക്തിജനകമായ രഹസ്യങ്ങളിൽ നിവൃത്തികളുന്നവയെ നോക്കി കാണുവിൻ. തന്റെ മധ്യസ്ഥയാൾക്ക് സമാധാനം വർദ്ധിക്കുവാനായി പ്രാർത്ഥിപ്പാൻ പുരോഹിതൻ സമീപിച്ചിരിക്കുന്നു. നിങ്ങളുടെ കണ്ണുകളെ ഇടോട്ട് താഴ്ത്തുകയും നിങ്ങളുടെ മനസ്സിനെ സ്വർഗത്തിലേക്ക് ഉയർത്തുകയും ചെയ്യുവിൻ. ഉണർവോടും ഉത്സാഹത്തിനോടെ സമയത്തിന് അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുവിൻ. ആരും സംസാരിപ്പാൻ തുനിയരുത്. പ്രാർത്ഥന ഹൃദയത്തിൽ പ്രാർത്ഥിക്കട്ടെ. നിശബ്ദമായും ഭയഭക്തിയോടും കൂടി നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പിൻ. നമ്മോടുകൂടെ സമാധാനം. അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ വിമോചനത്തിനുമായിട്ട് ഞങ്ങളിടുന്ന ഈ സുഗന്ധവർഗങ്ങൾ അങ്ങയുടെ മഹത്വപ്പെട്ട തൃത്വത്തിൻ്റെ വന്യവും സുസ്ഥിരവുമായ നാമത്താൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കുമാമേ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, മഹത്വപ്പെട്ട നിന്റെ ആലയത്തിലുള്ള ഈ വിശുദ്ധ മതബഹായ്ക്ക് മുൻപാകെ ഞങ്ങളെ സമർപ്പിക്കുന്ന ഇമ്പകരമായ ഈ ധൂപം അങ്ങയെ പ്രസാദിപ്പിക്കുകയും അങ്ങയുടെ വിശുദ്ധ നാമത്തിൻ്റെ ആനന്ദത്തിനും അങ്ങയുടെ ദാസീദാസന്മാരുടെയും ഈ ആട്ടിൻകൂട്ടത്തിൻ്റെയും വിമോചനത്തിന് ഈ ധൂപം കാരണമായി തീരുകയും ചെയ്യുമാറാകട്ടെ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ. എന്നേക്ക് ഇഷ്ടം ചെയ്യുന്നതിന് മിശിഹാ തങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ
ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ആമേൻ. നിങ്ങളുടെ ഹൃദയങ്ങൾ ഉന്നതത്തിലായിരിക്കട്ടെ. അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും ഇസ്രായേലിനെയും ദൈവമായ മഹത്വപ്പെട്ട രാജാവേ, നിങ്ങളേക്ക് തന്നെ സർവ്വനാഥനായ ദൈവത്തിന് ഞങ്ങൾ ഈ കുർബാനയർപ്പിക്കുന്നു. അത് ന്യായവും ഉചിതവും തന്നെ. നമ്മോടുകൂടെ സമാധാനം. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ. എൻ്റെ സഹോദരങ്ങളെ, ഈ പരിശുദ്ധമായ ബലി എൻ്റെ ബലഹീനമായ കരങ്ങളിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നതിന് വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കട്ടെ. മിശിഹ നിങ്ങളുടെ കുർബാന കൈക്കൊള്ളട്ടെ. മിശിഹ നിങ്ങളുടെ പൗരോഹിത്യത്തെ സർവ്വരാജ്യത്തിൽ പ്രകാശിപ്പിക്കുകയും നിങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും തൻ്റെ കൃപയ്ക്കും കനകൾക്കുമായി നോക്കി കാത്തിരിക്കുന്ന സർവ്വലോകത്തിനു വേണ്ടിയും നിങ്ങൾ അർപ്പിക്കുന്ന ഈ ബലിയിൽ പ്രസാദിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇടവിടാതെ അട്ടഹസിച്ചും സ്തുതിച്ചും കൊണ്ടൊരുവനോടൊരുവനെ പ്രകാരം വിളിച്ചു പറയുന്നു. അനുഗ്രഹിക്കണമേ കർത്താവേ, അനുഗ്രഹിക്കണമേ കർത്താവേ, അനുഗ്രഹിക്കണമേ. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സർവസഹായങ്ങൾക്കും കൃപകൾക്കും വേണ്ടി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ആരാധനയും അർപ്പിച്ചുകൊണ്ട് ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ആമേൻ. നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രാർത്ഥിപ്പിൻ, സമാധാനം നമ്മോടുകൂടെ. രക്ഷകായി നീ കൈവിടല്ലേ, കാരുണ്യമേ എന്നെ തള്ളിടല്ലേ, സ്നേഹമേ എന്നെ നീ സ്വീകരിക്കൂ, സ്വർഗത്തിലാനന്ദ
മന്ദിരത്തിൽ. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ. എൻ്റെ സഹോദരങ്ങളെ, ഈ പരിശുദ്ധമായ ബലി എൻ്റെ ബലഹീന കരങ്ങളിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നതിനു വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. മിശിഹ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കട്ടെ. മിശിഹ നിങ്ങളുടെ കുർബാന കൈക്കൊള്ളട്ടെ. മിശിഹ നിങ്ങളുടെ പൗരോഹിത്യത്തെ സർവ്വരാജ്യത്തിൽ പ്രകാശിപ്പിക്കുകയും നിങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും തൻ്റെ കൃപയ്ക്കങ്ങനെളുപ്പമായി നോക്കി കാത്തിരിക്കുന്ന സർവ്വലോകത്തിനു വേണ്ടിയും നിങ്ങൾ അർപ്പിക്കുന്ന ഈ ബലിയിൽ പ്രസാദിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് നീക്കുവാമേ. കർത്താവേ ഞങ്ങളും കർത്താവേ ഞങ്ങളും കർത്താവേ. നാം എല്ലാവരും മുട്ടുകുത്തുക. ഈ രഹസ്യത്തെ ഞങ്ങൾ അനുഷ്ഠിക്കുന്നു. അടക്കത്തോടും ഭയഭക്തിയോടും കൂടെ എന്നിട്ട് നിന്നോണ്ട് പ്രാർത്ഥിപ്പിൻ. നമ്മോടുകൂടെ സമാധാനം. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് നിന്റെ ദാസന്മാരുടെ കുർബാന മേൽ ആവസിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് നിന്റെ ദാസന്മാരുടെ ഈ കുർബാന മേൽ ആവസിക്കണമേ. കടങ്ങളുടെ മോചനത്തിനായിട്ട്, പാപങ്ങളുടെ പരിഹാരത്തിനായിട്ട്, മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനത്തിന്റെ വലിയ പ്രത്യാശയ്ക്കായിട്ട് തിരുമുൻപാകെ പ്രസാദിപ്പിച്ച എല്ലാവരോടും കൂടെ സ്വർഗരാജ്യത്തിൽ പുതിയ ജീവനായി തീരുന്നതിനായിട്ട് ഞങ്ങളുടെ അപ്പത്തെയും ഗ്യാസയെയും നീ വാഴ്ത്തുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുമാറാകണമേ. ഇതിനെ വാഴ്ത്തുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളോടുള്ള വലിയതും അത്ഭുതകരവുമായ അങ്ങയുടെ പരിപാലനത്തിനു വേണ്ടി തെളിവോടും മുഖപ്രസാദത്തോടും കൂടെ അങ്ങയുടെ മിശിഹായുടെ വിലയേറിയ രക്തത്താൽ രക്ഷിക്കപ്പെട്ട നിന്റെ സഭയിൽ ഞങ്ങൾ അങ്ങയെ പുകഴ്ത്തുകയും ഇടവിടാതെ സ്തുതിക്കുകയും ചെയ്യും. ജീവനുള്ളതും പരിശുദ്ധവും ജീവൻ നൽകുന്നതുമായ തിരുനാമത്തിനെ സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ആരാധനയും ഞങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ആമേൻ. ആമീൻ.
ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, ഈ ദേവാലയത്തെയും ഇതിലെ വിശുദ്ധ സ്ലിവായെയും ഈ വൻകാലിയോനും വാഴ്ത്തി നീ വിശുദ്ധീകരിക്കണമേ. ഇന്നേ ദിവസം ഈ വിശുദ്ധ ബലിയർപ്പണത്തിനായിട്ട് യോഗ്യരാക്കിയ വൈദികരെയും ഈ വിശുദ്ധ കുർബാനയ്ക്കായിട്ട് കടന്നു വന്നിരിക്കുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും കുഞ്ഞുങ്ങളെയും നീ അനുഗ്രഹിക്കുകയും ഈ നിന്റെ സൃഷ്ടിയോട് നിരന്നുകൊണ്ട് ഇവരെ എല്ലാവരെയും പുതു സൃഷ്ടിയാക്കുകയും ചെയ്യുമാറാകണമേ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളോവേ. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഞാൻ യോഗ്യനല്ലാതിരുന്നിട്ട് കൂടി അങ്ങയുടെ കൃപയുടെ കാരുണ്യം സ്തുതിക്കപ്പെട്ടതും പരിശുദ്ധവും ജീവിപ്പിക്കുന്നതും ദൈവീകവുമായ ഈ രഹസ്യങ്ങളുടെ അടുക്കലേക്ക് ഞങ്ങളെ സമീപിപ്പിക്കുന്നു. സത്യമായിട്ട് കർത്താവേ, ഞങ്ങൾ യോഗ്യരല്ല, ഞങ്ങളുടെ ബലഹീന നിമിത്തം ഞങ്ങൾ യോഗ്യരല്ലാതിരിക്കെ കർത്താവേ ഞങ്ങളോട് തന്നെ തോന്നിയണമേ. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ പാപങ്ങൾ ധാരാളമാകുന്നു. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഞാൻ യോഗ്യനല്ലാതിരുന്നിട്ട് കൂടി അങ്ങയുടെ കൃപയുടെ കാരുണ്യം സ്തുതിക്കപ്പെട്ടതും പരിശുദ്ധവും ജീവിപ്പിക്കുന്നതും ദൈവീകവുമായ ഈ രഹസ്യങ്ങളുടെ അടുക്കലേക്ക് ഞങ്ങളെ യഥാ സമീപിപ്പിക്കുന്നു. സത്യമായിട്ടും കർത്താവേ, ഞങ്ങൾ യോഗ്യരല്ല, ഞങ്ങളുടെ ബലഹീന നിമിത്തം ഞങ്ങൾ യോഗ്യരല്ലാതിരിക്കെ കർത്താവേ ഞങ്ങളോട് തന്നെ തോന്നിയണമേ. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ പാപങ്ങൾ ധാരാളമാകുന്നു. ബാരക്മാർ 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 മഗർവാലൻ മാറൻ മാലാഖൻ റഹ്മാനുത്താദ് തൈബുത്ത സയ്യിദ് റാസൻ ഹാലേൻ ശ്വീഗെ ഗദീശ മഹിയാനെ വാലാഗായെ കദലാശാവേനൻ. സത്യമായിട്ട് കർത്താവേ ഞങ്ങൾ യോഗ്യരല്ല, ഞങ്ങളുടെ ബലഹീന നിമിത്തം ഞങ്ങൾ യോഗ്യരല്ലാതിരിക്കെ കർത്താവേ ഞങ്ങളോട് തന്നെ തോന്നിയണമേ. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ പാപങ്ങൾ ധാരാളമാകുന്നു. ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹായേ, അങ്ങയുടെ തിരുനാമത്തിന് മഹത്വവും അങ്ങയുടെ കർത്തൃത്വത്തിന് ആരാധനയും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കുമാമേ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിനൊട്ടുക്കും ജീവൻ നൽകുന്നതും ഇതിനെ ഭക്ഷിക്കുന്നവർ മരിക്കാത്തതും ഇതിനെ കൈക്കൊള്ളുന്നവർ ഇതിനാൽ രക്ഷിക്കപ്പെടുകയും മോചിക്കപ്പെടുകയും എന്നേക്കും ജീവിക്കുകയും ചെയ്യുന്നതുമായ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ അപ്പമിതാകുന്നു അപ്പമിതാകുന്നു എന്നേക്കുമാമേ. ഞങ്ങളുടെ നേരെയുള്ള വർണ്ണിപ്പാൻ കഴിയാത്ത അങ്ങയുടെ ദാനത്തിനായി കർത്താവേ അങ്ങേക്ക് സ്തുതി, കർത്താവേ അങ്ങേക്ക് സ്തുതി, കർത്താവേ അങ്ങേക്ക് സ്തുതി എന്നേക്കുമാമേ. ഇത് ഞാൻ തന്നെയാകുന്നു എന്ന് കാണുമേ. കർത്താവേ, ഞങ്ങളുടെ കടങ്ങളുടെ മോചനത്തിനായിട്ടും പാപങ്ങളുടെ പരിഹാരത്തിനായിട്ടും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനത്തിന് വലിയ പ്രത്യാശയ്ക്കായിട്ടും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി മഹത്വപ്പെട്ട തൃത്വത്തിൻ്റെ ആരാധ്യവും സുസ്ഥിരവുമായ നാമത്താൽ പരിശുദ്ധവും ജീവിപ്പിക്കുന്നതും ദൈവീകവുമായ ഈ രഹസ്യങ്ങളിതാ
ഏകമായി നിയോഗിക്കപ്പെടുകയും പരിശുദ്ധമാക്കപ്പെടുകയും പൂർത്തീകരിക്കപ്പെടുകയും പൂർണ്ണമാക്കപ്പെടുകയും ബന്ധിപ്പിക്കപ്പെടുകയും മുദ്രയിടപ്പെടുകയും ചെയ്തിരിക്കുന്നു, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും. ആമേൻ. ആമേൻ. നീതിയുടെ വാതിലുകളെ എനിക്ക് തുറന്നു തരണമേ. സൃഷ്ടിച്ചതിനാലും നീ എന്നെ വിളിച്ചതിനാലും ദൈവികവും പരിശുദ്ധവുമായ ദാനത്തിന്റെ രഹസ്യത്തിന് മധ്യസ്ഥനായിട്ട് നിന്നെ നിയമിച്ചതിനാലും നിനക്ക് സ്തുതി. കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പരിഹാരത്തിനുമായി നിന്റെ കൃപയാലും കനിവിനാലും നീ എന്നെ യോഗ്യനാക്കണമേ. എൻ്റെ ബലഹീനാവസ്ഥയോടുള്ള നിന്റെ ധാരാളമായ എല്ലാ പരിപാലനങ്ങൾക്ക് വേണ്ടിയും ഞാൻ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ആരാധനയും അർപ്പിച്ചുകൊണ്ട് ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ നിനക്ക് സ്തുതി. ആദ്യന്തമില്ലാത്ത പുത്രനെ നിനക്ക് സ്തുതി. സർവത്തെയും ശുദ്ധീകരിക്കുന്ന റൂഹാദുകുദിശായേ അങ്ങേക്ക് എന്നേക്കും സ്തുതി. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും. ആമേൻ. നമുക്കെല്ലാവർക്കും ഭയത്തോടും ബഹുമാനത്തോടും കൂടെ നമ്മുടെ രക്ഷിതാവിനെ ശരീരത്തിനെയും വിലയേറിയ രക്തത്തിനെയും രഹസ്യത്തിനെയും സമീപിക്കാം. ശുദ്ധഹൃദയത്തോടും സത്യവിശ്വാസത്തോടും നിന്റെ കഷ്ടാനുഭവത്തെ ഓർക്കുകയും ഉയർത്തുന്നതിനെ പറ്റി ചിന്തിക്കുകയും ചെയ്യുക. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിനെ ജാതൻ നമുക്ക് വേണ്ടി മനുഷ്യരെന്ന് മർത്തി ശരീരത്തെയും ബുദ്ധികളും വിവേകമുള്ള അമർത്യമായ ആത്മാവിനെയും അടുത്ത് തൻ്റെ ജീവിത ന്യായ പ്രമാണങ്ങളാലും തൻ്റെ വിശുദ്ധ കൽപ്പനകളാലും തെറ്റായ വഴിയിൽ നിന്ന് സത്യത്തിനെ അറിവിലേക്ക് നമ്മെ അടുപ്പിച്ചു. നമുക്ക് വേണ്ടിയുള്ളതിനെല്ലാ ശുശ്രൂഷകൾക്ക് ശേഷം നമ്മുടെ സ്വഭാവത്തിനെ ആദ്യഫലം ക്രൂശിൽ പരീക്ഷിക്കപ്പെട്ട് മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഉയർത്തുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി നമ്മുടെ നേരിടുള്ളതിനെല്ലാ കൃപയും അവയിൽ നാം ഓർക്കേണ്ടതിന് തന്റെ പരിശുദ്ധ രഹസ്യം നമ്മെ ഏൽപ്പിച്ചു. ആകയാൽ നാം കവിഞ്ഞൊഴുകുന്ന സ്നേഹത്തോടും എളിയ മനസ്സോടും എന്നേക്കുമുള്ള ജീവനദാനത്തെ കൈക്കൊള്ളുകയും ചെയ്യുക. നിർമ്മല പ്രാർത്ഥനയാലും പ്രത്യേക ദുഃഖത്താലും അനുതാപത്തിൽ പ്രത്യാശയിൽ സഭയുടെ രഹസ്യം നാം പങ്കാളികളാകുക. ഞങ്ങളുടെ പിഴകളിൽ നിന്നും പിന്തിരിഞ്ഞും ഞങ്ങളുടെ പാപങ്ങളെ ദുഃഖിച്ചും സർവനാഥനായ ദൈവത്തോട് കരുണയും പാപമോചനവും ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ കൂട്ടുകാരോട് പിഴകൾ ഞങ്ങൾ ക്ഷമിക്കുന്നു. ഞങ്ങളുടെ മനസ്സാക്ഷികളിൽ സംശയങ്ങളിൽ നിന്നും തർക്കങ്ങളിൽ നിന്നും ഞങ്ങളോട് പാക്കുന്നു. ഞങ്ങളുടെ ആത്മാക്കൾ പകയിൽ നിന്നും ശത്രുതയിൽ നിന്നും നിർബലമാക്കിക്കൊണ്ട് വിശുദ്ധ വസ്തുതം കൈക്കൊള്ളുകയും പരിശുദ്ധാത്മാവിനാൽ വിശദീകരിക്കുകയും ചെയ്യുക. നമ്മുടെ മനസ്സിനെ യോജിപ്പോടും ചർച്ചയോടും കൂടെ പരസ്പരമുള്ള ഐക്യത്താൽ രഹസ്യം നമുക്ക് കൈക്കൊള്ളാം. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർത്ത നിൽപ്പിനും ഞങ്ങളുടെ ആത്മാക്കളുടെ രക്ഷയ്ക്കും നാം പ്രാർത്ഥിക്കുക. നമ്മോടുകൂടെ സമാധാനം. എൻ്റെ കർത്താവും ദൈവവുമായുള്ളവേ, നിഷ്കളങ്കമായും നിർമ്മല ഹൃദയത്തോടും പ്രസന്ന മുഖത്തോടും അങ്ങയുടെ തിന്മുൻപിൽ നിൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും നിന്നാൽ കരുണയോടെ ഞങ്ങൾക്ക് നൽകപ്പെട്ട അധൈര്യത്തോടുകൂടി ഞങ്ങളെല്ലാവരും ഒന്നിച്ച് നിന്നെ വിളിച്ച് ഇപ്രകാരം പ്രാർത്ഥിക്കും. സ്വർഗ്ഗത്തിലുള്ളവനായി ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടട്ടെ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകട്ടെ. ഞങ്ങളുടെ ആവശ്യത്തിനുള്ള അപ്പം ഞങ്ങൾക്ക് തരുകയും ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കുകയും വരുതേ, എന്നാൽ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. അതേ എൻ്റെ കർത്താവും ദൈവവുമായുള്ളവേ, ഞാൻ അങ്ങയോട് അപേക്ഷിക്കുകയും അങ്ങയുടെ കൃപയുടെ മനസ്സലിവിനോട് യാചിക്കുകയും ചെയ്യുന്നു.
അരുത് കർത്താവെ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. എന്നാൽ ദുഷ്ടനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും അങ്ങ് ഞങ്ങളെ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും ബലവും വീര്യവും അധികാരവും നിനക്കുള്ളതാകുന്നു, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളോടുകൂടെ സമാധാനം. നിങ്ങളോട് നിങ്ങളുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധിയുള്ളവർക്ക് പരിപൂർണമായും യോഗ്യമാകുന്നു. ജീവനുള്ള ദൈവത്തെ സ്തുതിപ്പിൻ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളോട് ഇനി ഉണ്ടാക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളോട് ഇനി ഉണ്ടാക്കണമേ. അനാദി മുതൽ എന്നേക്കും ആമേൻ ആമേൻ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളോട് തന്നെ ഉണ്ടാകണമേ. കർത്താവിൻ്റെ ശരീര രക്തങ്ങളെ അനുഭവിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. കണ്ണുകളെ അടച്ച് ശാന്തമായിട്ട് എന്നാൽ മൗനമായി. കർത്താവെ, ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അങ്ങയുടെ കൽപ്പനകൾ ലംഘിച്ചു പോയിട്ടുണ്ടെങ്കിൽ, പാപം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവ ക്ഷമിച്ച് വിശുദ്ധിയോടെ മാത്രം അങ്ങയെ സ്വീകരിക്കാനുള്ള വലിയൊരു അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ എന്ന് മൗനമായിട്ട് ഹൃദയത്തിൽ പ്രാർത്ഥിക്കുക. ഇന്ന് എൻ്റെ ഈശോയെ എൻ്റെ അധരത്തിൽ ഞാൻ വിശുദ്ധിയോടെ വേണം സ്വീകരിക്കുവാൻ. നല്ലവനെ, കരുണ നിറഞ്ഞവനെ, നല്ലവനെ, കരുണ നിറഞ്ഞവനെ, എല്ലാവരുടെ മേൽ തന്റെ കൃപ വർഷിച്ചു കൊണ്ടിരിക്കുന്നവനായുള്ളോവേ, കർത്താവേ, സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ പ്രസാദ വർഷം ഒഴുക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ പാപങ്ങളിൽ നിന്നും ഇവരെ നീ പരിശുദ്ധമാക്കണമേ. അങ്ങയുടെ ജീവിത വഴികളിലൂടെ സഞ്ചരിക്കുവാൻ ഇവരെ നീ ക്രമപ്പെടുത്തണമേ. അങ്ങയുടെ വിശുദ്ധനാമത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും പുകഴ്ത്തുവാനും അങ്ങയുടെ ഇഷ്ടത്തെ നിറവേറ്റുവാനും അങ്ങയുടെ കൽപ്പനകളെ കാക്കുവാനും വിശുദ്ധിയോടെ അങ്ങേ സ്വീകരിക്കുവാനും ഇവരെ അങ്ങ് ശക്തരാക്കുകയും ചെയ്യുമാറാകണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ആമേൻ. ആകാശവാതിൽ തുറന്നു, സ്വർഗീയ മന്ന ചൊരിഞ്ഞു. ആകാശവാതിൽ തുറന്നു, സ്വർഗീയ മന്ന ചൊരിഞ്ഞു. ദൈവത്തിൻ
നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപാദാനം നാം എല്ലാവരിലും പരിപൂർണമാക്കപ്പെടുമാറാകട്ടെ, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും. ആമേൻ. ആകയാൽ റുഗാതുഗദിശയുടെ കൃപാദാനത്താൽ ദൈവികവും പരിശുദ്ധവുമായ ബലിയർപ്പിക്കുന്നതിന് യോഗ്യരാക്കിയ രാജാവായ ദൈവത്തിന് നാം സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ആരാധനയും അർപ്പിക്കുക. കർത്താവേ സ്തുതിയും ബഹുമാനവും, കർത്താവേ സ്തുതിയും ബഹുമാനവും. ഞങ്ങളുടെ കടങ്ങളുടെ മോചനത്തിനായിട്ട് നീ ഞങ്ങൾക്ക് നൽകിയ വിശുദ്ധ രഹസ്യങ്ങളുടെ ദാനത്തിന് വേണ്ടി അങ്ങേക്ക് സ്തുതി പുകഴ്ച ആരാധന അർപ്പിക്കുന്നതിന് കടക്കാരാകുന്നു എന്നേക്കും. ആമേൻ. സ്തുതിക്കപ്പെട്ടതും പരിശുദ്ധവും ജീവിപ്പിക്കുന്നതും ദൈവികവുമായ തൻ്റെ രഹസ്യങ്ങളാൽ ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കുന്നവനെ, ഞങ്ങളുടെ അപരാധങ്ങളെ മോചിക്കുന്നവനെ, അങ്ങയുടെ വന്യമായ ബഹുമാനം ഉന്നത രാജ്യത്തിൽ സദാ വാഴ്ത്തപ്പെട്ടതാകുന്നു എന്നേക്കും. ആമേൻ. സ്വർഗത്തിലുള്ളവനായി ഞങ്ങളുടെ പിതാവേ, നാമം പരിശുദ്ധമാകപ്പെടട്ടെ, നിന്റെ രാജ്യം വരണമേ. പരിശുദ്ധൻ 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 നീയാകുന്നു. സ്വർഗത്തിലുള്ളവനായി ഞങ്ങളുടെ പിതാവേ, നിന്റെ മഹത്വത്തിനെ ആദിക്യം കൊണ്ട് സ്വർഗങ്ങളും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും പരിശുദ്ധൻ 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 നിന്നോട് നിലവിളിക്കുന്നു. സ്വർഗത്തിലുള്ളവനായി ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകപ്പെടട്ടെ, നിന്റെ രാജ്യം വരയണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകട്ടെ. ഞങ്ങളുടെ ആവശ്യത്തിനുള്ള അപ്പം ഞങ്ങൾക്ക് തരുകയും ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കുകയും വരുതേ, എന്നാൽ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ആമേൻ. സ്വർഗത്തിലുള്ളവനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകപ്പെടട്ടെ, നിന്റെ രാജ്യം വരയണമേ. പരിശുദ്ധൻ 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 നീയാകുന്നു. സ്വർഗത്തിലുള്ളവനായി ഞങ്ങളുടെ പിതാവേ, നിന്റെ മുഖത്തിനെ ആദിക്യം കൊണ്ട് സ്വർഗങ്ങളും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും പരിശുദ്ധൻ 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 നിന്നോട് നിലവിളിക്കുന്നു.
അനുഗ്രഹത്തിനായിട്ട് നമുക്ക് നമ്മുടെ തലകളെ വണക്കി ഈ വിശുദ്ധ കുർബാനയുടെ പ്രധാന ഭാഗങ്ങളിൽ നിന്ന് പരിശുദ്ധമായ അനുഗ്രഹത്തെ സ്വീകരിക്കാം. സ്തുതിക്കപ്പെട്ടതും പരിശുദ്ധവും ജീവിപ്പിക്കുന്നതും ദൈവികവുമായ തന്റെ രഹസ്യങ്ങളാൽ നിങ്ങൾ ശുശ്രൂഷിക്കുകയും ആഘോഷിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത നമ്മുടെ കർത്താവായ ഈശോ മിശിഹ തൻ്റെ രാജ്യത്തിൻ്റെ മനോഹര മഹത്വത്തിനും വിശുദ്ധ മാലാഖന്മാരോടുകൂടിയുള്ള ആനന്ദമായ അനുഭവത്തിനും ദൈവം ഭാഗ്യമുള്ള പ്രസന്ന മുഖത്തിനും ഉന്നത യെരൂശലേമിൽ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തുള്ള നിൽപ്പിനും തൻ്റെ കൃപയാലും കരുണയാലും നിങ്ങളെ യോഗ്യരാക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ സ്തുതി നിങ്ങളുടെ മേലും സർവസൃഷ്ടികളുടെ മേലും ദൈവിക പരിപാലനത്തിൻ്റെ ബലം എഴുന്നേൽക്കുമാറാകട്ടെ, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും. ആമേൻ. പിതാവായ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. പുത്രനായ ദൈവം നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരം നിങ്ങളുടെ മേലുണ്ടായിരിക്കുമാറാകട്ടെ, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും. വിശുദ്ധ കുർബാനയോടുകൂടി ആരംഭിച്ച ഈ ഒരു ദിവസം മനോഹരമാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അടുത്ത വിശുദ്ധ കുർബാന വെള്ളിയാഴ്ച 11:30 മുതൽ ഉപവാസത്തോടെയുള്ള വിശുദ്ധ കുർബാനയാണ് ഇടവകയിലുള്ളത് എന്നുകൂടി നിങ്ങളെ അറിയിക്കട്ടെ. അനുഗ്രഹത്തോടെ ഐക്യാടിയനേഹോവായി തിരുമനസുടയമ ഓനദ പര ഈ വന്ദനം നിനക്കാമേ. തിരുമനസുടയമ